എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് ഇതിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് കടക്കാം. ഒന്നാം ഭാഗത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതാണ് ഒന്നാം ഭാഗത്ത്. അപ്പൊ ഞാൻ ഈ ലൈൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഒരു സിംഗിൾ ഫേസ് ലൈനാണ്. അപ്പൊ നമ്മുടെ റോഡരികിലുള്ള ഒരു ലൈനിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടോ അതെല്ലാം ഇതിലുണ്ട്. ഇതിൽ വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, തൊട്ടാൽ കറണ്ട് അടിക്കും, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ വോൾട്ടേജിന്റെ അളവ് കുറവായതുകൊണ്ട് നമുക്ക് സീരിയസ് ആയിട്ട് ഷോക്ക് ഏൽക്കില്ല, ഒരാൾ മരിക്കില്ല. പക്ഷെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളുടെ വലിപ്പം എന്ന് പറയുന്നത് ഇത്രയും ഉള്ള ഒരാളാണ്. അപ്പൊ ഇത്രയും വലിപ്പമുള്ള ഒരാള് ഇതിൽ കയറി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കും. അപ്പൊ ഈ ലൈൻ നമ്മുടെ റോഡരികിലുള്ള ഒരു ലൈനാണെന്ന് സങ്കല്പിക്കുക. ഇതുപോലെയുള്ള റോഡരികിലുള്ള ഒരു ലൈനിൽ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പോസ്റ്റിലാണ് ജോലി ചെയ്യേണ്ടത്. ഈ പോസ്റ്റിൽ ഇവിടെ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ലൂസ് ഉണ്ട്. അപ്പൊ ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിലേക്ക് വരുന്ന എല്ലാ ലൈനുകളും ഓഫ് ചെയ്യണം. അതായത് ഇതിലേക്ക് വരുന്ന എല്ലാ ഫീസുകളും നമ്മൾ ഊരിവെക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ലൈൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ലൈൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ ലൈൻ ഓഫ് ചെയ്തിരിക്കുക. നമ്മളൊരു ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കറി പണിയാറില്ല. ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കണം. ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യുന്നത് ഓഫ് ചെയ്ത ലൈൻ ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ലൈൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ലൈൻ ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് നമ്മൾ ഈ ലൈനിൽ നിന്ന് സർവീസ് കടന്നു പോകുന്ന വീട്ടിലെ സപ്ലൈ പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ അവിടെ ചില വീടുകളിൽ ഇൻവെർട്ടർ കാണും, അവിടെ സപ്ലൈ കാണും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീറ്ററുകളെല്ലാം ഇപ്പോൾ സ്റ്റാറ്റിക് മീറ്ററുകളാണ്. ആ മീറ്ററിൽ നോക്കിയാൽ നമ്മുടെ വൈദ്യുതി ലൈൻ ഓഫ് ആണോ ഇല്ലെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ വീട്ടിലെ സപ്ലൈ ഇതിൽ നിന്ന് സർവീസ് കടന്നു വരുന്നതാണ്. ആ വീട്ടിലെ സപ്ലൈ പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ പോയിട്ടില്ല, അവിടെ ലൈറ്റ് കത്തി കിടപ്പുണ്ട്, ഇവിടെയും ലൈറ്റ് കത്തി കിടപ്പുണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റ് അണഞ്ഞിട്ടില്ല, ഈ സ്ട്രീറ്റ് ലൈറ്റും അണഞ്ഞിട്ടില്ല, അപ്പുറത്തും എല്ലാം ലൈനുകൾ ഓഫ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഓഫ് ചെയ്ത ലൈൻ ശരിയല്ല. ശരിയായ ലൈൻ ഓഫ് ചെയ്യുക. നമ്മൾ ഓഫ് ചെയ്ത ലൈൻ അവിടെ കാണുന്ന ആ ബ്രിഡ്ജിന്റെ സപ്ലൈ ആയിരുന്നു. ആ ബ്രിഡ്ജിന്റെ സപ്ലൈ ആയിരുന്നു ഓഫ് ചെയ്തത്. ബ്രിഡ്ജിന്റെ സപ്ലൈ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരിയായ ലൈൻ ആദ്യമേ ഓഫ് ചെയ്യുക. ഇപ്പൊ ലൈൻ ഓഫ് ആയെന്ന് പരിശോധിക്കുക. ഇപ്പൊ ഈ സ്ട്രീറ്റ് മെയിൻ സപ്ലൈ പോയിട്ടുണ്ട്, ഈ സ്ട്രീറ്റ് മെയിനിൽ സപ്ലൈ പോയിട്ടുണ്ട്, ഈ വീട്ടിലെ സപ്ലൈ പോയിട്ടുണ്ട്, ഈ സ്ട്രീറ്റ് ലൈൻ സപ്ലൈ പോയിട്ടുണ്ട്, ഈ വീട്ടിലെ സപ്ലൈ പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ശരിയായ ലൈനാണ് നമ്മൾ ഓഫ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എർത്ത് ചെയ്യല്ല, ലൈൻ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു ലൈൻ ജോലി ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഡിസ്ചാർജ് ചെയ്യണം. ലൈൻ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ എർത്ത് റാഡ് ഉപയോഗിച്ചാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഏത് പോസ്റ്റിലാണോ ജോലി ചെയ്യുന്നത്, ഇപ്പൊ ഈ പോസ്റ്റിലാണ് നമുക്ക് ജോലി ചെയ്യുന്നത്, ആ പോസ്റ്റിൽ നിന്നും ഉദ്ദേശം ഒരു 2 മീറ്റർ മാറ്റി ഒരു എർത്ത് പിറ്റ് അടിക്കുക. ഇവിടെ ഞാനൊരു എർത്ത് പിറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എർത്ത് പിറ്റ് അടിച്ചിട്ടുണ്ട്. ആ എർത്ത് പിറ്റിൽ നമ്മൾ ഈ എർത്ത് റാഡിന്റെ ക്ലിപ്പ് കണക്ട് ചെയ്യുക. എർത്ത് റാഡിന്റെ ക്ലിപ്പ് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യുകയാണ്.
ആദ്യം എർത്ത് എടുത്ത് തൂക്കരുത്. ആദ്യം ചെയ്യേണ്ടത് എർത്തിന്റെ കണക്ഷൻ, എർത്ത് കണക്ഷൻ എർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ എർത്ത് എടുത്ത് ലൈനിൽ തൂക്കാൻ പാടില്ല. കാരണം ലൈൻ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എർത്ത് തൂക്കുന്നതിന് മുമ്പ് ഈ എർത്ത് ഈ വയർ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും തട്ടിക്കിടക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ നിന്നും വളരെ അകലത്തിലായിരിക്കണം. അപ്പൊ ആ രീതിയിൽ ഈ എർത്ത് പിടിച്ചുകൊണ്ട് ഇതിന്റെ ടോപ്പ് എൻഡ്, ഈ ഭാഗം ഇതിന്റെ ടോപ്പ് എൻഡ് നമ്മുടെ ഈ ലൈനിൽ ടച്ച് ചെയ്ത് നോക്കുക. തൂക്കരുത്, ടച്ച് ചെയ്യരുത്. അപ്പൊ എർത്ത് ഉപയോഗിച്ച് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇതിൽ സപ്ലൈ ഉണ്ട് എന്നുള്ള ഒരു വിചാരത്തിൽ മാത്രമേ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാവൂ. അല്ലാതെ നമ്മൾ സപ്ലൈ ഉള്ള ഒരു ലൈനിൽ പെട്ടെന്ന് എന്ന് തൊട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിയേക്കും. അത് നമുക്ക് ചിലപ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ടച്ച് ചെയ്ത് മാത്രം നോക്കുക. അതാണ് ഈ അറ്റം കൊണ്ട് എല്ലാ കമ്പിയിലും ടച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ സപ്ലൈ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഇനി ഈ എർത്ത് ഈ ലൈനിൽ തൂക്കിയിടുക. നമ്മൾ എർത്ത് തൂക്കിയിട്ടു. മറ്റൊരു എർത്ത് ഇതിന്റെ ഈ കമ്പിയുടെ ഇപ്പുറത്തെ സൈഡിലും തൂക്കിയിടുക. രണ്ട് സൈഡും നമ്മൾ എർത്ത് തൂക്കിയതിനു ശേഷം ഇതിനിടയ്ക്ക് ഷോർട്ടിംഗ് ക്ലിപ്പ് കൊടുക്കുന്നതാണ് സുരക്ഷിതം. കാരണം നമ്മളിവിടെ ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവഴി ഒരു സപ്ലൈ കടന്നു വരികയാണെങ്കിൽ ഇവിടെ ഷോർട്ടിംഗ് ക്ലിപ്പ് ഇടുമ്പോൾ നമുക്ക് ഷോക്ക് കിട്ടും. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലും എർത്ത് കണക്ട് ചെയ്യുക. അതേ എർത്ത് ക്ലിപ്പ് കൊടുത്തു. ഈ എർത്ത് ഞാൻ ഈ കമ്പിയുടെ ഇപ്പുറത്തെ സൈഡിൽ തൂക്കിയിട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷോർട്ടിംഗ് ക്ലിപ്പ് ആവശ്യമാണ്. അപ്പൊ ഷോർട്ടിംഗ് ക്ലിപ്പിന്റെ ഏറ്റവും നീളമുള്ള ആ ക്ലിപ്പ് നമ്മുടെ എർത്ത് ആദ്യം കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എർത്ത് തൂക്കിയിരിക്കുന്ന കമ്പിയിൽ ഷോർട്ടിംഗ് ക്ലിപ്പ് കണക്ട് ചെയ്യുക. അപ്പൊ ഈ എർത്ത് തൂക്കുമ്പോൾ നമ്മൾ ഈ പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്ന് പരമാവധി ദൂരത്തേക്ക് മാറ്റി വേണം എർത്ത് തൂക്കാൻ. കാരണം ഈ എർത്ത് ഇട്ടിരിക്കുന്നതിന് അകത്ത് മാത്രമേ ഷോർട്ടിംഗ് ക്ലിപ്പ് കണക്ട് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിതം കിട്ടത്തുള്ളൂ. അടുത്ത ക്ലിപ്പ് എടുത്ത് അതിന്റെ നീളമുള്ള വയർ ആദ്യം എർത്ത് പിറ്റിൽ കണക്ട് ചെയ്യുക. എർത്ത് പിറ്റിൽ കണക്ട് ചെയ്തു. ഈ ലൈനിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഷോർട്ടിംഗ് ക്ലിപ്പ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ എർത്ത് ഊരി രണ്ടാമത്തെ കമ്പിയിൽ ഇടുക. രണ്ട് സൈഡിലും ഊരിയിടുക. എന്നിട്ട് ഷോർട്ടിംഗ് ക്ലിപ്പ് രണ്ടാമത്തെ കമ്പിയിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം എർത്ത് മൂന്നാമത്തെ കമ്പിയിൽ തൂക്കുക. ഷോർട്ടിംഗ് ക്ലിപ്പ് മൂന്നാമത്തെ ലൈനിലും തൂക്കുക. ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റിന്റെ രണ്ട് സൈഡിൽ നമ്മൾ ഷോർട്ടിംഗ് ക്ലിപ്പ് ഉപയോഗിച്ച് രണ്ട് സൈഡും ഷോർട്ട് ചെയ്ത് ഒരൊറ്റ എർത്തിൽ കണക്ട് ചെയ്യുക. ഒരൊറ്റ എർത്തിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ഈ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആ പോസ്റ്റിന്റെ രണ്ട് സൈഡിലെ എല്ലാ കമ്പിയും ഷോർട്ടിംഗ് ക്ലിപ്പ് ഉപയോഗിച്ച് ഒറ്റ എർത്തിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈൻമാനെ ഈ പോസ്റ്റിന്റെ മുകളിൽ ജോലിക്ക് കയറ്റാൻ പോവുകയാണ്. ഇദ്ദേഹം എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഫുൾ ബോഡി സേഫ്റ്റി ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്, സേഫ്റ്റി ഷൂ ഇട്ടിട്ടുണ്ട്,
ഫുൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള ഒരു ലൈൻമാനെ ഈ ലൈനിന്റെ മുകളിൽ ജോലി ചെയ്യാൻ ഇപ്പോൾ പോവുകയാണ്. ഇവിടെ എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലൈൻമാൻ ഈ പോസ്റ്റിന്റെ മുകളിൽ കയറി ആ ബ്രിഡ്ജിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും രീതിയിൽ ഈ ലൈനിൽ കൂടി സപ്ലൈ കടന്നു വരികയാണെങ്കിൽ ഈ ലൈൻമാന് ഷോക്ക് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്താൽ ഈ ലൈൻമാന് ഷോക്ക് അടിക്കില്ല എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ മോഡലിലൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ലൈൻമാൻ വർക്ക് ചെയ്യുന്ന ഈ പോസ്റ്റ് ഇതിന്റെ റൈറ്റ് സൈഡിൽ കൂടെയും ലെഫ്റ്റ് സൈഡിൽ കൂടെയും സപ്ലൈ ഇതിലേക്ക് കടത്തിവിടാൻ പോവുകയാണ്. അതായത് ഈ പോസ്റ്റ് ലൈൻമാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ റൈറ്റ് സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെയും ഇതിനകത്തേക്ക് സപ്ലൈ കടത്തിവിടാൻ പോവുകയാണ്. ഇപ്പോൾ സപ്ലൈ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റ് സപ്ലൈ എത്തിയിട്ടുണ്ട്, ഈ സ്ട്രീറ്റ് ലൈറ്റ് എത്തിയിട്ടുണ്ട്, ഈ വീട്ടിലെത്തിയിട്ടുണ്ട്, ഈ വീട്ടിലുണ്ട്, ഈ വീട്ടിൽ സപ്ലൈ വന്നിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് മെയിൻ എത്തിയിട്ടുണ്ട്, അപ്പുറത്ത് സപ്ലൈ ഉണ്ട്, ഈ വീട്ടില് സപ്ലൈ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ലൈനിൽ മൊത്തം സപ്ലൈ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സപ്ലൈ ഇല്ല. ഈ ലൈൻമാൻ വർക്ക് ചെയ്യുന്ന ഈ പോസ്റ്റിൽ സപ്ലൈ ഇല്ല. അപ്പൊ ഇവിടെ സപ്ലൈ ഇതുവഴി കടന്നു വന്നു. ഞാൻ പറഞ്ഞു രണ്ട് സൈഡിലും സപ്ലൈ കയറ്റി വിട്ടു. സപ്ലൈ ഇതുവഴി കടന്നു വന്നു. ഈ ക്ലിപ്പിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇവിടം വരെ സപ്ലൈ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് സപ്ലൈക്ക് വരാൻ കഴിയില്ല. ഇവിടെയും സപ്ലൈ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതിനിപ്പുറത്തോട്ട് സപ്ലൈക്ക് വരാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ സപ്ലൈക്ക് ഇവിടെ ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്തത് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നു അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഇതിനൊരു സ്വിച്ച് വെച്ച് ഈ സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് സപ്ലൈ വരാത്തത്, അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് കത്താത്തതെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ നിങ്ങളെ പറ്റിക്കാം. പക്ഷെ ഇവിടെ പറ്റിക്കല്ല. ഇവിടെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതേ കണ്ടീഷൻ, അതായത് ഈ സപ്ലൈ ചാർജ് ചെയ്തിരിക്കുന്ന ഇതേ കണ്ടീഷൻ ഈ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്, അതായത് ഈ ഷോർട്ടിംഗ് ക്ലിപ്പ് ഇവിടെ നിന്ന് ഊരി മാറ്റും. അങ്ങനെ ഊരി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനപ്പുറത്ത് നിൽക്കുന്ന സപ്ലൈ ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് സപ്ലൈക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ കണ്ടീഷനിൽ ഈ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ഞാൻ ഈ ഷോർട്ടിംഗ് ക്ലിപ്പ് ഓരോന്നായിട്ട് ഊരി മാറ്റുകയാണ്. രണ്ട് ക്ലിപ്പ് മാറ്റി മൂന്നാമത്തത് ഞാൻ മാറ്റാൻ പോവുകയാണ്. ആ ക്ലിപ്പ് മാറ്റി കഴിഞ്ഞപ്പോൾ ലൈൻമാന് ഷോക്ക് ഏറ്റു. ഇവിടെ സപ്ലൈ വന്നു കഴിഞ്ഞു, സപ്ലൈ ഇവിടെ എത്തിക്കഴിഞ്ഞു, ലൈൻമാന് ഷോക്കും ഏറ്റു. ഇനി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈൻ ഓഫ് ചെയ്യണം. ഞാനിവിടെ ലൈൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലൈൻമാൻ ഇവിടുന്ന് തെറിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം തെറിച്ചു പോയെങ്കിലും ഈ പോസ്റ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണില്ല. കാരണം അദ്ദേഹം ഫുൾ ബോഡി സേഫ്റ്റി ബെൽറ്റ് ധരിച്ചുകൊണ്ട് ജോലി ചെയ്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ പോസ്റ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം ഈ സേഫ്റ്റി ബെൽറ്റ് ധരിക്കാതെ ജോലി ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം താഴെ ഈ റോഡിൽ വന്ന് വീഴും. റോഡിൽ വന്ന് വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തലയായിരിക്കും ആദ്യം വന്ന് അടിക്കുന്നത്. കാരണം ഉയരത്തിൽ നിന്നും ഒരാൾ താഴേക്ക് വരുമ്പോൾ നമ്മുടെ അരയ്ക്ക് മുകൾ വശം വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് വെയിറ്റ് കൂടിയ ഭാഗം താഴേക്ക് വരും. നമ്മുടെ തലയായിരിക്കും ആദ്യം വന്ന് അടിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. പലപ്പോഴും നമുക്ക് ആക്സിഡന്റിൽ മരണം സംഭവിക്കുന്നത് ഷോക്കേറ്റ് അല്ല, ഷോക്കേറ്റ് താഴെ വീണ് തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയാണ്. അതുകൊണ്ട് ഫുൾ ബോഡി സേഫ്റ്റി ബെൽറ്റ് ധരിച്ചുകൊണ്ട് മാത്രമേ
വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റുന്നതാണ്. അത് ഈ മോഡലിലൂടെ തന്നെ വിശദീകരിച്ചു തരാം. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രാവിലെ ഈ ഷോർട്ടിംഗ് ക്ലിപ്പ് ഓഫീസിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിന്റെ എല്ലാ കണക്ഷനും ശരിയാണോ ഇല്ലയോ പരിശോധിക്കാം. ചിലപ്പോൾ അത് ലൂസ് ആയിരിക്കാം, ഇളകി കിടക്കാം, അങ്ങനെ പലതും സംഭവിക്കാം. അപ്പോൾ അത് പെർഫെക്റ്റ് ആണോ എന്ന്, അതിന് ശരിയായ കണക്ഷൻ ആണോ ഇല്ലെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പുവരുത്തണം. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പം ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് നിന്ന് ഞാൻ എർത്ത് കണക്ഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ എർത്ത് കണക്ഷൻ ഞാൻ ഇവിടുന്ന് ഇളക്കി മാറ്റുകയാണ്. ഇവിടെ എർത്ത് കണക്ഷൻ ഊരി മാറ്റിയിരിക്കുകയാണ്. എർത്ത് കണക്ഷൻ മാറിയപ്പോൾ ലൈൻമാൻ ഷോക്ക് കിട്ടിയിരിക്കുകയാണ്. ലൈൻമാൻ ഷോക്ക് കിട്ടി, അദ്ദേഹം ലൈനിൽ നിന്ന് തെറിച്ച് പോവുകയും ചെയ്തു. അതിന് ആളുകൾ ലൈനിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഷോർട്ടിംഗ് ക്ലിപ്പ് കൈ കാണത്തില്ല. അപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 3 കമ്പിയും കൂടി ഷോർട്ട് ചെയ്ത് ന്യൂട്രലും ബേസും എല്ലാം ഷോർട്ട് ചെയ്ത് 2 സൈഡും വെച്ചിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യും. ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ്ങാണ്, എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ വിചാരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എർത്ത് കണക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സപ്ലൈ ഇതിലേക്ക് കടന്നു വരും, ഷോക്ക് കിട്ടുകയും ചെയ്യും. ചിലരുടെ കാരണം ന്യൂട്രലും ഫേസും ഒന്നിച്ച് ഷോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്, ട്രാൻസ്ഫോമറിന്റെ ഫീസ് പോകും എന്നൊക്കെയാണ്. നമ്മളാണ് ട്രാൻസ്ഫോമറിന്റെ ഫീസ് കിട്ടുന്നത്. 100ന്റെ ട്രാൻസ്ഫോമർ 200ന്റെ ഫീസ് വയർ കൊണ്ട് ചുറ്റിക്കെട്ടിയൊക്കെയാണ് ഫീസ് വയർ കിട്ടുന്നത്. ആ ഫീസ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാറ്റ് പോകും. മാത്രമല്ല ട്രാൻസ്ഫോമർ ദൂരെ ഇരിക്കുകയാണെങ്കിൽ ഈ കമ്പിയൊക്കെ ചുമന്ന കളറിൽ പഴുത്തിരിക്കും. യാതൊരു കാരണവശാലും ഫീസ് പോവില്ല, ഇവിടെ സപ്ലൈ കയറി വരും, ലൈൻമാൻ ഷോക്ക് കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, ചിലർ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സൈഡ് മാത്രം എർത്തി. ഇപ്പൊ ഞാൻ ഈ സൈഡിലാണ് ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്കൂടെ മാത്രമേ സപ്ലൈ വരൂ. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ്, ഈ സൈഡ് മാത്രം ചെയ്താൽ മതി, ഈ സൈഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഈ സൈഡ് മാത്രം ഇപ്പം നമ്മൾ ഷോർട്ട് ചെയ്ത് എർത്തി ചെയ്യുകയാണ്. ഇവിടെ സപ്ലൈ കടന്നു വന്നിട്ടുണ്ട്, ലൈൻമാൻ ഷോക്ക് കിട്ടിയിട്ടില്ല. ലൈൻമാൻ ഷോക്കേറ്റ് താഴോട്ട് പോയി. കാരണം ഈ സൈഡ് മാത്രമേ നമ്മൾ ഷോർട്ട് ചെയ്ത് എർത്തി ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പർ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ 2 സൈഡിൽ കൂടെ സപ്ലൈ കടത്തി വിട്ടിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ സപ്ലൈ കടന്നു വന്നു ഷോർട്ടിംഗ് ക്ലിപ്പ് പോയപ്പോൾ. അപ്പോൾ നമ്മൾ 2 സൈഡ് എല്ലാ കമ്പിയും ഷോർട്ട് ചെയ്ത് 2 സൈഡും ഷോർട്ട് ചെയ്ത് നിർത്തിയണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോക്ക് കിട്ടും. ഇവിടെ നമ്മൾ ഇപ്പൊ ലൈൻമാൻ ഷോക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കമ്പിയും ഷോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കും. ഇവിടെ ഞാൻ ഓരോ കമ്പി ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്യുകയാണ്. അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സപ്ലൈ പോയിട്ടില്ല, ഇവിടെ എല്ലാം സപ്ലൈ ഉണ്ട്. അടുത്ത ലൈൻ ഞാൻ ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്യുകയാണ്. എവിടെയും നമ്മുടെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈനും ചെയ്തു. ഇനി ഒരു കമ്പിയും കൂടി നമ്മൾ എർത്ത് ചെയ്യാനുണ്ട്. അതുവരെ സപ്ലൈ അവിടെ നിലവിൽ ഉണ്ട്. ആ കമ്പിയും ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്യുകയാണ്. നമ്മൾ എല്ലാ കമ്പിയും ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ലൈൻമാൻ ഷോക്ക് കിട്ടും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരു പവർ കൺസ്യൂമേഴ്സിൽ നിന്നും നമ്മുടെ ജനറേറ്റർ വഴി സപ്ലൈ ലൈനിലേക്ക് കടന്നു വന്നാണ് ഷോക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ഒരു പവർ കൺസ്യൂമേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ പവർ കൺസ്യൂമേഴ്സ് സപ്ലൈ ഈ ലൈനിൽ വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്തതിന് ഇപ്പുറത്തോട്ട് വരില്ല. പക്ഷെ ഈ പോസ്റ്റിൽ നിന്നാണ് കണക്ഷൻ കടന്നു പോകുന്നതെങ്കിൽ, നമ്മൾ ജോലി ചെയ്യുന്ന പോസ്റ്റിൽ ഒരു പവർ കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കൺസ്യൂമറിന്റെ കട്ടൗട്ട് ഫീസ് ഊരി അവരുടെ ന്യൂട്രൽ ലിങ്കും ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം പോസ്റ്റിൽ കയറി ജോലി ചെയ്താൽ യാതൊരു കാരണവശാലും അവിടെ നിന്ന് സപ്ലൈ നമുക്ക് വരത്തില്ല. നമുക്ക് സേഫായിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഈ പോസ്റ്റിന്റെ ചുവട്ടിൽ ഒരു അലുമിനിയം കമ്പി ചുറ്റി അതും കൂടി നമ്മൾ എർത്ത് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ നമ്മുടെ ഈ റോഡിൽ കൂടി അണ്ടർഗ്രൗണ്ട് കേബിളുകൾ കടന്നു പോകും. ചിലപ്പോൾ HT കേബിൾ കടന്നു പോവാം, LT കേബിൾ കടന്നു പോവാം. അങ്ങനെ ഏതെങ്കിലും കേബിളുകൾ ഈ റോഡിൽ കൂടി കടന്നുപോയി അത് പഞ്ചറായാൽ അതിൽ നിന്ന് സപ്ലൈ ഇതിന് മുകളിലേക്ക് വരും.
അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ പോസ്റ്റിലിരിക്കുന്ന ലൈൻമാന് ഷോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ ചുവട്ട് ഏതെങ്കിലും ഈ സപ്ലൈയിലെ കടന്നു വരികയാണെങ്കിൽ ഇവിടെ ഷോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ മുകളിലേക്ക് സപ്ലൈ കടന്നു വരില്ല. ഈ രീതിയിൽ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്തിങ് ചെയ്ത് ഈ പോസ്റ്റിൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ HT-യിലായാലും ശരി, LT-യിലായാലും ശരി, EHT-യിലായാലും ഒരു സപ്ലൈയും ഒരു കാരണവശാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരില്ല. അത് നിങ്ങൾ ഈ മോഡലിലൂടെ ഇപ്പൊ കണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് ബൈ.